എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു തുണിസഞ്ചിയാണ് തയ്ക്കാൻ പോകുന്നത്. നമുക്ക് കടയിലൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. പ്ലാസ്റ്റിക് കവറുകൾ ഒത്തിരിയായിട്ട് നമ്മുടെ വീട്ടിൽ നിറയത്തുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സഞ്ചി തയ്ച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ടാക്കി മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഓപ്പൺ ഭാഗവും ഈ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ തുണിയെ ഇങ്ങനെ മടക്കിയതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 20.5 ഇഞ്ചാണ്. ഇനി നമുക്ക് വീതി എടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ 15 ഇഞ്ചാണ് കേട്ടോ. 15 ഇഞ്ചിൽ നമുക്കിതാ ഇവിടെ ഇതുപോലെ അങ്ങൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസാണ് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നീളം എടുക്കുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. 16 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിങ് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വള്ളിയുടെ വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. വീതി ആയാലും നീളമായാലും ഒക്കെ. ഇപ്പോൾ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസിൽ നിന്നും ഒരു പീസിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പീസ് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് നടുഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. അതായത് നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ മടക്കേണ്ടത്. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ക്ലോസ് ആക്കിയിട്ട് തയ്ച്ചെടുക്കണം. എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ഈർക്കിളോ ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതുപോലെ ഈർക്കിൾ വെച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇതങ്ങ് കയറിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതിനെ അങ്ങ് മറിച്ചെടുക്കാം. ഇത്രയും ഭാഗം എത്തുമ്പോൾ നമുക്ക് കമ്പ് മാറ്റിയതിന് ശേഷം ഇതുപോലെ അങ്ങ് ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പുറം മറിഞ്ഞ് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ 2 വള്ളിയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിനെ ഇതുപോലെ അങ്ങ് നിവർത്തി കൊടുക്കുക കേട്ടോ. നിവർത്തി എടുത്തിട്ട് ഒരു സൈഡ് മാത്രമാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ചീത്ത ഭാഗം കേട്ടോ ഈ മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം നമ്മൾ. എന്നിട്ട് ഇതുപോലെ 1/2 ഇഞ്ചിൽ അകത്തോട്ട് മടക്കിയിട്ട് നമുക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ തുണിസഞ്ചി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിലേക്കൊക്കെ പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഒരുപാട് നമ്മുടെ വീട്ടിലേക്കൊന്നും എത്തത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത്
ഒരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു 3 ഇഞ്ചിൽ ആക്കിയിട്ട് നീക്കിയിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. അതായത് 2 സൈഡിലും ആ മാർക്കിംഗ് വരണേ. ഇനി നമുക്ക് ഈ പീസിനെ ഇതുപോലെ 1 ഇഞ്ചിൽ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പിൻ കുത്തി കൊടുക്കുക കേട്ടോ. 2 സൈഡിലായിട്ട് നമുക്ക് ഓരോരോ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ വള്ളി ഉണ്ടല്ലോ, ഈ വള്ളീൻ്റെ സെൻറ്റർ ഭാഗം നമ്മളുടെ ഈ മാർക്കിങ്ങിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. അതായത് ഇതിൻ്റെ അകത്ത് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ ഒരു ഭാഗത്തും നമുക്ക് പിൻ കുത്തി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പം ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതായത് വള്ളി എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ക്ലോത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പിൻ കൂടി കുത്തി വെച്ച് കൊടുക്കാം. തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പിൻ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലൂടെ പതിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സമയത്ത് ആ പിന്നിനുണ്ടല്ലോ നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കണം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലോക്ക് ഇട്ട് നിർത്താം കേട്ടോ. ഇനി ഇതുപോലെ ഇതാക്കിയിട്ട് നമ്മളുടെ നെക്സ്റ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതായത് 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് 2 സൈഡിലോട്ടും 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മടക്കിയിട്ട് ഈ വള്ളിയെ ഇതുപോലെ എടുക്കണം കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഇവിടെ വയ്ക്കുക. എന്നിട്ട് 1 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് മടക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. അടുത്ത സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ മറിച്ചെടുക്കാം കേട്ടോ. മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ മറിച്ചതിന് ശേഷം നമുക്ക് പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളുടെ ഈ വള്ളിയുടെ ഈ ഭാഗം എത്തുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വള്ളിയുടെ ലാസ്റ്റ് എത്തുമ്പോൾ നീഡിൽ താത്തുക. എന്നിട്ട് ഫൂട്ട് പൊക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് തിരിച്ചു കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ട് ഫൂട്ട് താത്തിയിട്ട് നമുക്ക് പിന്നെ ഒന്നുകൂടെ തയ്ച്ചെടുക്കാം. അതായത് ഈ വള്ളിയുടെ എൻഡ് വരെ. എന്നിട്ട് പിന്നെയും പൊക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതെന്ന് പറയുന്നത് വള്ളി നല്ല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാം. ഇനി അടുത്ത വള്ളിയുടെ ഭാഗം വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും തയ്ച്ചെടുക്കണം. ഇപ്പം നമ്മൾ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അകവശമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ 2 സൈഡും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചേർത്ത് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് താഴെ കുറച്ച് സ്പേസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ ചെറുതായി ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു കോൺ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി ഇവിടെ നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം കേട്ടോ, ഒരു ലൈൻ പോലെ. ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഈ രണ്ട് സൈഡ് ഇതുപോലെ അങ്ങ് നുള്ളി പിടിക്കണ മാതിരി പിടിക്കുക, എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ തയ്ച്ചെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് കുറച്ചൊരു സ്പേസ് കിട്ടിയ പോലെ തോന്നും, ഒരു പടി പോലെ ഇങ്ങനെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെയും താഴ്ഭാഗം ഇതുപോലെയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്